നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെ ദേവന്മാരുടെ അംശാവതാര വർണ്ണനം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് ശ്രീകൃഷ്ണ ജനനം ആണ്. അഥ ത്രയോവിംശോധ്യായ ശ്രീകൃഷ്ണ ജനനം. വ്യാസ ഉവാച ഹതേഷുഷ്ടസു പുത്രേഷു ദേവക്യാ ഔഗ്രസേനിനാം സപ്തമേ പതിതേ ഗർഭേ വചനാനാരദസ്യ ച. ദേവകിയുടെ 6 പുത്രന്മാരെയും കംസൻ കൊന്നു. 7ാമത്തെ ഗർഭം അലസിപ്പോവുകയും ചെയ്തു. ആ അവസരത്തിൽ നാരദൻ പറഞ്ഞതനുസരിച്ച് അഷ്ടമസ്യാച ഗർഭസ്യ രക്ഷണാർത്ഥമദധൃതാം പ്രയത്നമകരോദ്രാജ മരണം സംവിചിന്തയൻ. തൻ്റെ മരണം ഈ ശിശുമൂലമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് രാജാവ് ഒട്ടും അലസത വിചാരിക്കാതെ 8ാമത്തെ ഗർഭത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമം തുടങ്ങി. സമയേ ദേവകീ ഗർഭേ പ്രവേശ മകരോധരീ അംശേന വസുദേവേതു സമാഗത്യ യഥാക്രമം. ഹരി വസുദേവന്റെ അംശമായി തീർന്ന് യഥാസമയം ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. തദേയം യോഗമായാജ യശോധായാം തദേച്ഛയാ പ്രവേശമകരോ ദേവി ദേവകാര്യാർത്ഥസിദ്ധയേ. ആ സമയത്ത് തന്നെ യോഗമായും ദേവകാര്യം സാധിക്കുന്നതിനു വേണ്ടി യശോദയുടെ ഗർഭത്തിൽ ഇച്ഛാനുസൃതം പ്രവേശിച്ചു. രോഹിണ്യാസ്തനയോ രാമോ ഗോകുലേ സമജായത യദ കംസഭയോദ്വിഗ്നാ സംസ്ഥിതാ സാ ച കാമിനി. രോഹിണിയുടെ പുത്രനായി രാമൻ ഗോകുലത്തിൽ ജനിച്ചു. ആ രോഹിണിയാകട്ടെ കംസനെ ഭയന്ന് വ്യാകുലയായി ഗോകുലത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. കാരാഗാരേ തത കംസോ ദേവകീം ദേവസംസ്തുതാം സ്ഥാപയാമാസ രക്ഷാർത്ഥം സേവകാൻ സമകൽപ്പയത്. ദേവസംസ്തുതനായ ദേവകിയെ കംസൻ കാരാഗൃഹത്തിലാക്കി. കാവലായി സേവകന്മാരെയും ഏർപ്പെടുത്തി. വസുദേവസ്തു കാമിന്യാ പ്രേമതന്തു നിയന്ത്രിത പുത്രോത്പത്തിം തു സഞ്ചിന്യ പ്രവിഷ്ട സഹഭാര്യ. സ്വപത്നിയോട് അത്യന്തം പ്രേമബന്ധനായിരുന്നതിനാൽ പുത്രജനനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വസുദേവനും ഭാര്യയോടൊപ്പം കാരാഗൃഹത്തിൽ തന്നെ കഴിഞ്ഞു. ദേവകീ ഗർഭഗോ വിഷ്ണോർദേവകാര്യാർത്ഥസിദ്ധയേ സംസ്തുതോ അമരസംഗേശ വിവർദ്ധത യഥാക്രമം. ദേവകാര്യം സാധിക്കാനായി ദേവകീ ഗർഭത്തിൽ ജനിച്ച വിഷ്ണുവിനെ ദേവസംഘം സ്തുതിച്ചു. യഥാക്രമം ആ ഗർഭം വളർന്നു വന്നു. സംജാതേ ദശമേ തത്ര മാസേ അധ ശ്രാവണേ ശുഭേ പ്രജാപത്യ സംയുക്തേ കൃഷ്ണപക്ഷേ അഷ്ടമീ ദിനേ. 10 മാസം പൂർത്തിയായ ശ്രാവണമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമിയും പ്രജാപത്യ നക്ഷത്രവും പ്രജാപതിയെ സംബന്ധിച്ച നക്ഷത്രം രോഹിണി ചേർന്ന ശുഭദിനത്തിൽ കംസസ്തോ ദാനവാൻ സർവാനുവാച ഭയവിഹ്വലാം രക്ഷണീയാ ഭവദ്ഭിശ്ച ദേവകീ ഗർഭമന്ദിരേ. കംസൻ ഭയസംഭ്രാന്തനായി ദാനവന്മാരോടെല്ലാം പറഞ്ഞു, ദേവകി സൂതികാഗ്രഹത്തിലാണ്, അവളെ നിങ്ങൾ കാത്തുകൊള്ളണം. അഷ്ടമോ ദേവകീ ഗർഭ ശത്രുർമേ പ്രഭവിഷ്യതി രക്ഷണീയ പ്രയത്നേന മൃത്യുരൂപാസ ബാലകാം. ദേവകിയുടെ 8ാമത്തെ ഗർഭമാണ് എൻ്റെ ശത്രുവായി തീരുന്നത്. ഏത് കഠിന ശ്രമം ചെയ്തും അതിനെ സംരക്ഷിച്ചു കൊള്ളണം. കാലരൂപനാണ് ആ ബാലകൻ. ഹത്വൈനം ബാലകം ദൈത്യാ സുഖം സ്വപ്സ്യാമി മന്ദിരേ നിവൃത്തിം വർജിതേ ദുഃഖേ നാശിതേ ചഷ്ടമേ സുതേ. ദൈത്യന്മാരെ, ഈ ബാലകനെ കൊന്നിട്ട് എനിക്ക് കൊട്ടാരത്തിൽ കിടന്നു സുഖമായി ഉറങ്ങാൻ കഴിയൂ. ഈ 8ാമത്തെ കുട്ടിയെ നശിപ്പിച്ച് എൻ്റെ ഒരു ഒഴിയാദുഃഖവും തീരൂ. ഖഡ്ഗപ്രസാദരാ സർവേ ദുഷ്ടം ധൃതകാർമുകാം നിദ്രാദ്രാവിഹീനാശാ സർവത്ര നിരീക്ഷണാം. അതുകൊണ്ട് എല്ലാവരും വാളും കുന്തവും വില്ലും ധരിച്ച് എല്ലായിടവും നിരീക്ഷിച്ചു കൊണ്ട് ക്ഷീണിച്ച് ഉറങ്ങാതെ നിന്നുകൊള്ളണം. വ്യാസ ഉവാച ഇത്യാദിശാസുരഗണാൻ കൃശോ അതിഭയവിഹ്വല മന്ദിരം സ്വം ജഗാമാശു നബ്ലേഭേദാനവസുഖം. ഇങ്ങനെ അസുരഗണങ്ങളോട് നിർദ്ദേശിച്ച് ക്ഷീണിച്ച് ഭയസംഭ്രാന്തനായി വേഗം സ്വഭവനത്തിലെത്തി. എങ്കിലും ആ ദാനവനോ സുഖം കിട്ടിയില്ല.
നിശീദേ ദേവകീ തത്ര വസുദേവമുവാചഃ കിം കരോമി മഹാരാജ പ്രസവാവസരോ മമ. അർദ്ധരാത്രിയായപ്പോൾ ദേവകി വസുദേവരോട് പറഞ്ഞു, മഹാരാജാവേ, എൻ്റെ പ്രസവമായി കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ എന്തു ചെയ്യട്ടെ? ബഹവോ രക്ഷപാലാശാദിഷ്ടം യത്ര ഭയാനക നന്ദപത്ന്യാ മയാ സാർദ്ധം കൃതോ അസ്തി സമയപുരാം. ഭയാനകന്മാരായ അനേകം കാവൽ ഭടന്മാർ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ടല്ലോ. പണ്ട് നന്ദഗോപരുടെ പത്നി എന്നോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, പ്രേഷിതവ്യസ്തയോ പുത്രോ മന്ദിരേ മമ മാനിനി പാലയിഷ്യാമ്യഹം തത്ര തവാതി മനസാകിലാം. മാനിനി, നിന്റെ പുത്രനെ എൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേക്കൂ. ഞാൻ അവിടെ വളരെ ശ്രദ്ധയോടെ വളർത്തിക്കൊള്ളാം. അപത്യം തേ പ്രദാസ്യാമി കംസസ്യ പ്രതിയായ വൈ കിം കർത്തവ്യം പ്രഭോ ചാദ്യ വിഷമേ സമുപസ്ഥിതേ. കംസനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ നിനക്കു തരാം. പ്രഭു, ഈ വിഷമാവസ്ഥയിൽ എത്തിയിരിക്കെ എന്താണ് ചെയ്യുക? വ്യക്തയാ സന്തതേ ശൗരേ കഥം കർത്തും ക്ഷമോ ഭവേ ദുരേദിഷ്ടസ്യ കാന്താദ്യ ലജ്ജാമേ അതിധൃത്യുരത്യാം. സന്താനങ്ങളെ വച്ചു മാറാൻ അങ്ങേക്ക് എങ്ങനെ സാധിക്കും? പ്രിയപ്പെട്ടവനെ, അല്പം ദൂരെ മാറി നിൽക്കൂ. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുന്നു. പരാവൃത്യാമുഖം സ്വാമിന്നന്യതാ കിം കരോമ്യഹം ഇത്യുക്ത്വാ തം മഹാഭാഗം ദേവകീ സേവസമ്മതം. സ്വാമിൻ, മുഖം തിരിച്ചു നിൽക്കണേ, അല്ലാതെ ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ മഹാഭാഗനും ദേവസമ്മതനുമായ വസുദേവരോട് പറഞ്ഞിട്ട് ദേവകി ബാലകം സുഷുവേ തത്ര നിശീദേ പരമാദ്ഭുതം തം ദൃഷ്ട്വാ വിസ്മയം പ്രാപാ ദേവകി ബാലകം ശുഭം. അവിടെ വെച്ച് അർദ്ധരാത്രിയിൽ അത്ഭുതരൂപിയായൊരു ബാലനെ പ്രസവിച്ചു. സ്വരൂപനായ ആ ശിശുവിനെ കണ്ട് ദേവകി വളരെ വിസ്മയിച്ചു. പതിം പ്രാഹ മഹാഭാഗ ഹർഷോൽ ഫുല്ലകളേഭര പശ്യപുത്രമുഖം കാന്താ ദുർലഭം ഹി തവ പ്രഭു. മഹാഭാഗയായ അവൾ പുളകിതഗാത്രിയായി ഭർത്താവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, അന്യദുർലഭമായ പുത്രമുഖം നോക്കൂ. അദ്വീനം കാലരൂപോ അസൗ ഖാദയിഷ്യന്തി ഭ്രാതൃജ വസുദേവസ്തദേത്യുക്ത്വാ ദദത്തമാധായ കരേ സുധം. പിതൃവ്യപുത്രനായ ആ കാലരൂപൻ ഈ കുഞ്ഞിനെ ഇപ്പോൾ കൊല്ലുമല്ലോ. അപ്പോൾ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വസുദേവൻ കുഞ്ഞിനെ കയ്യിലെടുത്തു. അപശ്യച്ചാനനം തസ്യാ സുതസ്യാദ്ഭുതകർമ്മണ വീക്ഷപുത്രമുഖം ശൗരി ചിന്താവിഷ്ടോ ബഭൂവഃ. അത്ഭുതകർമ്മങ്ങൾ ചെയ്യാൻ ജനിച്ച ആ കുഞ്ഞിൻ്റെ മുഖം അദ്ദേഹം കണ്ടു. പുത്രൻ്റെ മുഖം നോക്കിയിട്ട് വസുദേവൻ ചിന്താവിശ്വസനായി തീർന്നു. കിം കരോമി കഥം ന സ്യാദു ദുഃഖമസ്യാകൃതേ മമ ഏവം ചിന്താതുരേ തസ്മിൻ വാഗുവാചാരശരീരിണി. ഇവനെപ്പറ്റി ദുഃഖിക്കാനിടവരാത്ത വിധം എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ ചിന്താവിഷ്ടനായിരിക്കെ ഒരു അശരീരി വാക്കുണ്ടായി. വസുദേവം സമാഭാഷ്യ ഗഗനെ വിശദാക്ഷരാം വസുദേവാർഗീത്വേനം ഗോകുലം നയ സത്വര. വസുദേവനെ സംബോധന ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായി ആകാശത്ത് നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. വസുദേവ, വേഗം ഇവനെ എടുത്തുകൊണ്ട് ഗോകുലത്തിലേക്ക് പോകൂ. രക്ഷപാലാസ്തദാ സർവേ മയാ നിദ്രാവിമോഹിതാ വിവൃതാനി കൃതാനിഷ്ടൗ കപടാനി ച ശൃംഖല. രക്ഷാഭടന്മാരെല്ലാം ഞാൻ നിദ്രാവിധേയരാക്കിയിരിക്കുകയാണ്. 8 വാതിലുകൾ തുറന്നിട്ട് ചങ്ങലയും അഴിച്ചിട്ടുണ്ട്. മുക്തേനം നന്ദഗേഹേ ത്വം യോഗമായാം സമാനയാ ശ്രുത്വേവ വസുദേവസ്തു തസ്മിൻ കാരാഗ്രഹേ ഗദാ. നന്ദന്റെ ഭവനത്തിൽ ഇവനെ കണ്ടിട്ട് യോഗമായെ ഇങ്ങോട്ട് കൊണ്ടുപോരുക. കാരാഗൃഹത്തിൽ കഴിയുന്ന വസുദേവൻ ആ വാക്കു കേട്ട ഉടൻ തന്നെ വിവൃതം ദ്വാരമാലോക്യ ബഭൂവാതരസാൻ നൃപാം തമാദായാവാസു ദ്വാരപാലേരലക്ഷിതാം. വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടിട്ട് വേഗം ചെന്ന് ശിശുവിനെ എടുത്തുകൊണ്ട് ദ്വാരപാലകന്മാർ അറിയാതെ പുറപ്പെട്ടു. കാളിന്ദേ തടമാസാബ്ധ്യ പുരം ദൃഷ്ട്വാ സുനിശ്ചിതം തദ്വൈവ കടിതഗ്നേ സാ ബഭൂവാശു സരിദ്വരാം. കാളിന്ദിയുടെ തീരത്തെത്തി ചെന്നെത്തേണ്ട സ്ഥലം കണ്ടു. അപ്പോൾ തന്നെ ആ ഉത്തമ നദി അരയ്ക്കും താഴെ മാത്രം വെള്ളമുള്ളവളായി തീർന്നു. യോഗമായ പ്രഭാവേണ താതാരാം
താതാരാനകദുന്ദുഭി ഗദാദു ഗോകുലം ശൗര്യർനിഷീദേ നിർജ്ജനേ പഥി. യോഗമായയുടെ വൈഭവത്താൽ ആനന്ദദുന്ദുഭി ആ നദി കടന്നു. നിർജ്ജനമായ വഴിയിലൂടെ അർദ്ധരാത്രിയിൽ അദ്ദേഹം ഗോകുലത്തിൽ എത്തിയിട്ട് നന്ദദ്വാരേ സ്ഥിത പശ്യൻ വിഭൂതിം വശുസംചിതം തദേവ തത്ര സംജാത യശോദ ഗർഭസംഭവാം. നന്ദഗോകുലത്തിന്റെ പടിക്കൽ പശുസമ്പത്തു മൂലമുള്ള ഗോകുലത്തിന്റെ ഐശ്വര്യം നോക്കിക്കൊണ്ട് നിന്നു. അപ്പോൾ തന്നെ യശോദയും അവിടെ പ്രസവിച്ചു. യോഗമായാം ശജാദേവി ത്രിഗുണാ ദിവ്യരൂപിണി ജാതാം താം ബാലികാം ദിവ്യം ഗൃഹീത്വാ കരപങ്കജേ. യോഗമായാം ശജിയും ത്രിഗുണാത്മികയും ദിവ്യരൂപിണിയുമായ ആ ദേവി അപ്പോൾ ജനിച്ച ആ ദിവ്യബാലികയെ കരപങ്കജത്തിൽ എടുത്തുകൊണ്ട് തത്രാഗത്യ ദദൗ ദേവി സൈരന്ധ്രി രൂപധാരിണി വസുദേവാസുതം ദത്വാ സൈരന്ധ്രി കരപങ്കജേ. സൈരന്ധ്രി വേഷത്തിൽ വന്ന് അതിനെ വസുദേവർക്ക് നൽകി. വസുദേവൻ സുപുത്രനെ സൈരന്ധ്രിയുടെ കൈത്താരിലും ഏൽപ്പിച്ചു. താമാദായ യയൗ ശീഘ്രം ബാലികാമുദിതാശയാ കാരാഗാരേ തതോ ഗത്വാ ദേവക്യാ ശൈരേ സുതാം. ആ ബാലികയെയും എടുത്തുകൊണ്ട് സന്തുഷ്ടചിത്തനായ വസുദേവൻ വളരെ വേഗം പുറപ്പെട്ടു. കാരാഗൃഹത്തിലെത്തിയിട്ട് ആ കുഞ്ഞിനെ ദേവകിയുടെ കിടക്കയിൽ നിക്ഷിപ്യ സംസ്ഥിത പാർശ്വേ ചിന്താവിഷ്ടോഭയാതുരാ രുരോധാസുസുരം കന്യാ തഥൈവാഗത സംജഗ. കിടത്തിയിട്ട് ചിന്താവിഷ്ടനും ഭയാതുരനുമായി അടുത്തു നിന്നു. അപ്പോൾ തന്നെ ആ കുട്ടി ഉറക്കെ കരഞ്ഞു. അപ്പോൾ ബോധം തെളിഞ്ഞ ഉത്തസ്തു സേവകാരാജ്ഞ ശ്രുത്വാ ദദ്രുദിതം നിശി തമൂജോ ഭൂപതിം ഗത്വാ ത്വരിതാസ്തി അതിവിഹ്വലാം. രാജസേവകന്മാർ രാത്രിയിൽ ആ കരച്ചിൽ കേട്ട് എണീറ്റ് ചെന്ന് അത്യന്തം വൈവിഹ്വലരായി രാജാവിനോട് പറഞ്ഞു, ദേവക്യാശ്ച സുതോ ജാത ശീഘ്രമേഹി മഹാമതേ തദാകർണ്യാവജസ്തേഷാം ശീഘ്രം ഭോജപതിർയു. ദേവിക്ക് പുത്രൻ ഉണ്ടായിരിക്കുന്നു, മഹാമതേ വേഗം വരൂ എന്ന് അവരുടെ വാക്കു കേട്ട് ക്ഷണത്തിൽ തന്നെ കംസൻ ഇറങ്ങിത്തിരിച്ചു. പ്രാവൃതം ദ്വാരമാലോക്യ വസുദേവമദാഹ്വയത്. വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് കംസൻ വസുദേവനെ വിളിച്ചു. കംസ ഉവാച സുതമാനായ ദേവക്യ വസുദേവ മഹാമതേ. മഹാമതിയായ വസുദേവ, ദേവകി പുത്രനെ കൊണ്ടുവരൂ. മൃത്യുർമേ ചാഷ്ടമോ ഗർഭസ്തന്നിഹം മേ രൂപം ഹരിം. 8ാമത്തെ ഗർഭനിമിത്തമാണല്ലോ എനിക്ക് മരണം. ശത്രുവായ ആ ഹരിയെ ഞാൻ കൊല്ലുന്നുണ്ട്. വ്യാസ ഉവാച ശ്രുത്വാ കംസവജാ ശൗര്യ ഭയത്രസ്ത വിലോചനാം. കംസന്റെ വാക്കു കേട്ട് ഭയപ്പെട്ട് വിറച്ച് കണ്ണു കലങ്ങിയ വസുദേവർ താമാദായ സുതാം പാണൗ ദദൗ ചാശൂരുധന്യവാം ദൃഷ്ടോ അദാരികാം രാജാ വിസ്മയം പരമം ഗതാം. പുത്രിയെ കയ്യിലെടുത്ത് കരഞ്ഞുകൊണ്ട് വന്ന് വേഗം കംസനു നൽകി. ആ പെൺകുഞ്ഞിനെ കണ്ട രാജാവ് വളരെ അത്ഭുതപ്പെട്ടു. ദേവവാണി വൃഥാ ജാത നാരദസ്യ ച ഭാഷിതം വസുദേവ കഥം കുര്യാധനൃതം സങ്കടേ സ്ഥിത. ദേവവാണിയും നാരദവചനവും വെറുതെ ആയി. കഷ്ടതയിൽപ്പെട്ടിരിക്കുന്ന വസുദേവനെ എങ്ങനെ കപടം കാണിക്കാൻ കഴിയും? രക്ഷപാലാശ്ചമേ സർവേ സാവധാനാന സംശയ കുതോ അത്ര കന്യകാ കാമം സുതകില. എൻ്റെ കാവൽക്കാരെല്ലാം നല്ല ശ്രദ്ധയുള്ളവരാണെന്ന് തീർച്ചയാണ്. ഈ കന്യക ഇവിടെ എങ്ങനെ വന്നു? ആ ആൺകുട്ടി എവിടെ പോയി? സന്ദേഹോ അത്ര ന കർത്തവ്യ കാലസ്യ വിഷമാഗതി ഇതി സംചിന്യതാം ബാലാം ഗൃഹീത്വാ പാദയോഘലാം. സംശയിക്കാൻ എന്തിരിക്കുന്നു? കാലത്തിന്റെ പോക്ക് അറിയാൻ വിഷമമാണെന്ന് വിചാരിച്ചു കൊള്ളുവിൻ. പിന്നെ കുഞ്ഞിന്റെ 2 കാലും പിടിച്ച് തൂക്കിയെടുത്ത് ആ ദുഷ്ടൻ ബോധയാമാസ പാഷാണേ നിർഘൃണ കുലപംസനാം സാകാരന്യേ ശ്രുതാബാല യയാവകാശമണ്ഡലം. കുലദ്രോഹി നന്ദികെട്ടവൻ കല്ലിൽ ആഞ്ഞടിച്ചു. ശിശുവാകട്ടെ കയ്യിൽ നിന്നും വഴുകി ആകാശമാർഗത്തിലെത്തി. ദിവ്യരൂപം ദയാഭൂത്വാ തമോ വാചാ മൃദുസ്വന കിമ്മയാ ഹൃദയാ പാപാജാതസ്തേ ഫലവാൻ രിപു. ദിവ്യരൂപം പ്രാപിച്ച് ആ ശിശു കംസനോട് ഇങ്ങനെ മയത്തിൽ പറഞ്ഞു, പാപബുദ്ധേ, എന്നെ കൊന്നതുകൊണ്ട് എന്തു പ്രയോജനം? നിന്റെ ബലവാനായ ശത്രു ജനിച്ചു കഴിഞ്ഞു.
ഹനിഷ്യതി ദുരാരാധ്യ സർവദാ ത്വം നരാധമം ഇത്യുക്ത്വാ സാ ഗതാ കന്യാ ഗഗനം കാമകാ ശിവ. ദുരാരാധ്യനായ അവൻ നരാധമനായ നിന്നെ എങ്ങനെയായാലും കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ശിവനും കാമകയുമായ ആ കന്യക ആകാശമാർഗത്തിൽ അപ്രത്യക്ഷയായി. കംസസ്തു വിസ്മയാവിഷ്ടോ ഗതോ നിജഗൃഹം തഥാ ആനായ ധാനവാൻ സർവാനിദം വചനമബ്രവീത്. കംസൻ വിസ്മയവിഷ്ടനായി സ്വഭവനത്തിലേക്ക് പോയി. പിന്നെ ദാനവന്മാരെ എല്ലാം വരുത്തി അവരോട് ഇങ്ങനെ പറഞ്ഞു: ഭഗതേനുഗവത്സാദീൻ ക്രോധാവിഷ്ടോ ഭയാതുരാം ഗച്ഛന്തോ ധാനവാ സർവേ മമ കാര്യാർത്ഥസിദ്ധയേ. ധേനുകൻ, വത്സൻ തുടങ്ങി അസുരന്മാരോട് കോപിഷ്ഠനും ഭയാതുരനുമായ കംസൻ പറഞ്ഞു: എന്റെ കാര്യം സാധിക്കാൻ എല്ലാവരും ഉടനെ പുറപ്പെട്ടുകൊള്ളുവിൻ. ജാതമാന്ത്രാശ്ചഹന്തവ്യാ ബാലക യത്ര കുത്രചിത് പൂതനേഷാവരം ദ്വന്ദ്യാ ബാല നീനന്ദഗോകുലം. എവിടെയായാലും വേണ്ടില്ല, ജനിച്ച കുഞ്ഞുങ്ങളെ അപ്പോൾ തന്നെ കൊല്ലണം. പൂതന ഇപ്പോൾ തന്നെ നന്ദന്റെ ഗോകുലത്തിലേക്ക് പോകട്ടെ, അവൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവളാണല്ലോ. ജാതമാത്രാൻ വിനിഘ്നന്തി ശിശും തത്ര മമാജ്ഞയാ ധേനുകാ വത്സകാ കേശി പ്രലംഭോ ഭഗ ഏവജാം. അവൾ എൻ്റെ ആജ്ഞ അനുസരിച്ച് ജനിച്ച ശിശുക്കളെ എല്ലാം കൊല്ലട്ടെ. ധേനുകനും വത്സകനും പ്രലംഭനും കവഘനും സർവേ തിഷ്ഠന്തു തത്രൈവ മമ കാര്യചികീർഷയാം യജ്ഞാജ്ഞപ്യാസുരാൻ കംസോ ഏയോ നിജഗൃഹം ഗലാ ചിന്താവിഷ്ടോ അതിധീനാത്മാ ചിന്തയിത്വൈവ തം മുരാ. എല്ലാവരും എൻ്റെ കാര്യം നിറവേറ്റുന്നതിന് വേണ്ടി അവിടെ തന്നെ കഴിയട്ടെ. ഇങ്ങനെ അസുരന്മാരോട് കൽപ്പിച്ചിട്ട് കംസൻ സ്വഗൃഹത്തിലേക്ക് പോയി. അതുതന്നെ വീണ്ടും ഓർത്ത് അത്യധികം ദുഃഖിതനും ചിന്താവിഷ്ടനുമായി തീർന്നു. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥ സ്കന്ധേ ത്രയോവിംശോധ്യായാം. ഓം ശ്രീ മഹാദേവേ നമഃ.